ADMK നവീൻ ബാബുവിന്റെ മരണത്തിലെ ഗൂഢാലോചന ആരോപണം പരിഗണിക്കാതെയാണ് പ്രത്യേക അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത്. ആത്മഹത്യാ പ്രേരണ എന്ന കണ്ടെത്തലിലും അനുബന്ധ തെളിവുകളിലും മാത്രമാണ് അന്വേഷണം ഇപ്പോൾ കേന്ദ്രീകരിക്കുന്നത്. PP ദിവ്യ ഒഴികെ മറ്റാരെയും ഇതുവരെ പ്രതി ചേർത്തിട്ടുമില്ല. പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചതിന് ശേഷം പുതിയ കണ്ടെത്തലുകൾ ഇല്ല എന്നതും ശ്രദ്ധേയമാണ്. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചെങ്കിലും വഴിത്തിരിവാകുന്ന പുതിയ കണ്ടെത്തലുകൾ ഒന്നും ഇതുവരെയില്ല. ആദ്യ അന്വേഷണ സംഘം വിപുലീകരിച്ചു എന്നതൊഴിച്ചാൽ ഗൂഢാലോചന ആരോപണത്തിൽ കാര്യമായ അന്വേഷണ പുരോഗതിയില്ല. നവീൻ ബാബുവിന്റെ ഭാര്യ, കളക്ടറേറ്റിലെ ജീവനക്കാർ, കൈക്കൂലി ആരോപണം ഉന്നയിച്ച TV പ്രശാന്തൻ എന്നിവരുടെ മൊഴി രേഖപ്പെടുത്തി കോൾ ഡാറ്റ റെക്കോർഡുകൾ ശേഖരിച്ചു എന്നിവ അന്വേഷണ പുരോഗതി റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. എന്നാൽ കളക്ടറേറ്റ് ഔദ്യോഗിക വാഹനത്തിൽ സഞ്ചരിച്ച നവീൻ ബാബു ഒടുവിലിറങ്ങിയ മുനീശ്വരൻ കോവിൽ, തൊട്ടടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ, ക്വാർട്ടേഴ്സ് പരിസരം എന്നിവിടങ്ങളിലെ CCTV ദൃശ്യങ്ങളും ആരോപണ നിഴലിലായവരുടെ കോൾ ഡാറ്റ റെക്കോർഡുകളും അക്കമിട്ട് ശേഖരിച്ചോ എന്നതിൽ അവ്യക്തത നീങ്ങിയിട്ടില്ല. തെറ്റുപറ്റിയെന്ന് നവീൻ ബാബു പറഞ്ഞതായി കണ്ണൂർ ജില്ലാ കളക്ടർ അരുൺ K. വിജയൻ മൊഴി നൽകിയിരുന്നു. ഇക്കാര്യത്തിലെ തുടർ പരിശോധനകളിൽ പുരോഗതിയില്ല. കൈക്കൂലി വാങ്ങിയെന്നാരോപിച്ച് വിവാദ പെട്രോൾ പമ്പ് അപേക്ഷകൻ TV പ്രശാന്തൻ മുഖ്യമന്ത്രിക്ക് നൽകിയതായി അവകാശപ്പെട്ട പരാതി വ്യാജമെന്ന സംശയം ബലപ്പെടുത്തുന്ന തെളിവുകൾ പുറത്തുവന്നെങ്കിലും ആ വഴിക്കും അന്വേഷണം നീങ്ങിയില്ല. പരാതി തയ്യാറാക്കാൻ ഉന്നതരുടെ ഇടപെടൽ ഉണ്ടായി എന്ന ആരോപണത്തിലും അന്വേഷണമില്ല. നിലവിൽ കേസിലെ ഏക പ്രതി മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ മാത്രം. 24 കണ്ണൂർ.